ഉസ്താദ് ഉസ്താദിൻ്റെതായി ഇന്ന് നമ്മൾ ഞാൻ ഇന്ന് കേട്ട ഒരു പ്രഭാഷണമാണ്. ഒരു സ്വർഗത്തിൽ കിടക്കുന്ന ഒരു സ്ത്രീ, ആ സ്ത്രീയെ കുറിച്ച് ഉസ്താദ് പറയുകയാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച അധ്യാപനം. ഒരു സ്വർഗത്തിൽ കിടക്കുന്ന സ്ത്രീയെ കുറിച്ച് പറയുമ്പോൾ ഉസ്താദ് പറയാണ്, ഒരു സ്ത്രീ എന്ന് പറയുന്നത് ഭർത്താവ് മരണപ്പെട്ട ഒരു സ്ത്രീ. ഭർത്താവ് മരണപ്പെട്ടു. ആ സ്ത്രീക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെറിയ കുറെ മക്കളെ കൊടുത്തിട്ടുണ്ട്. ആ മക്കളെ ആ ഭർത്താവിന്റെ അസാന്നിധ്യത്തിൽ നല്ല റാഹത്തോടെ അവരെ പോറ്റി വളർത്തി. ആ ഭർത്താവിന്റെ അസാന്നിധ്യത്തിൽ തന്റെ ശരീരത്തിനെ ഹബസിട്ട് മറ്റ് ചിന്തകളിലേക്കോ മോശങ്ങളിലേക്കോ ഒന്നും പോകാതെ നല്ല ഒരു സഹോദരിയായി ഭാര്യയായി ജീവിച്ച് അങ്ങനെ അങ്ങ് മക്കളെ നന്നായി പോറ്റി വളർത്തിയ ഒരു സഹോദരി. ആ സഹോദരിക്ക് സ്വർഗമുണ്ട് എന്ന സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അധ്യാപനങ്ങളെ ഉദാഹരണമാക്കി അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഉദാഹരണം, ആ വിഷയത്തെ കുറിച്ച് അദ്ദേഹം സംസാരിക്കുമ്പോൾ അദ്ദേഹം ഒരു ഉദാഹരണം പറയാണ്. ആ ഉദാഹരണം പോലും തന്റെ മരണത്തെ സൂചിപ്പിക്കുന്നതാണ് എന്നത് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. കാരണം അദ്ദേഹം ഉദാഹരണം പറയാൻ, ഉദാഹരണത്തിന് ഒരു ഭാര്യ, ആ ഭാര്യക്ക് ഭർത്താവ് മരണപ്പെടുമ്പോൾ 3 ചെറിയ മക്കളുണ്ട്. ആ 3 ചെറിയ മക്കൾ, ഒരാൾ 4ൽ പഠിക്കുന്നു, ഒരാള് 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ഒരാള് ചെറിയ കുട്ടിയാണ്. അങ്ങനെയുള്ള ഒരു ഭാര്യയുടെ ഒരു ഭർത്താവ് മരണപ്പെടുകയാണ്. അപ്പൊ ഉദാഹരണം പറയുമ്പോൾ പോലും അദ്ദേഹം അത് 3ൽ പരിമിതപ്പെടുത്തി. അദ്ദേഹത്തിന് 3 മക്കളാണ്. ആ മക്കളെ എന്നിട്ട് അദ്ദേഹം ഇതിന്റെ ഉദാഹരണമാണെന്ന് പറയുന്നുണ്ട്. എന്നാലും അത് തന്റെ മരണത്തിലേക്കുള്ളൊരു സൂചനയാണ് എന്നത് അറിയാതെ പറയുന്ന രൂപത്തിലുള്ള വർത്തമാനങ്ങളായി നമ്മളതിനെ മനസ്സിലാക്കുകയാണ്. മാഷാ അല്ലാഹ്, മരണത്തെ മുൻകൂട്ടി കണ്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നേരത്തെ ചെയ്ത് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠന്റെ ഒരു സംസാരം നമ്മൾ കേട്ടു. ജ്യേഷ്ഠൻ പറയുന്നത്, നേരത്തെ മരണത്തിന് വേണ്ടി ഒരുങ്ങിയതുപോലെയുള്ള ഒരു വല്ലാത്ത ഒരു പെരുമാറ്റമാണ് അദ്ദേഹത്തിന്റെ അനുജന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. എല്ലാ കാര്യങ്ങൾ മറ്റു വിഷയങ്ങൾ പറഞ്ഞു വെക്കുന്നതിലും അതുപോലെ തന്നെ പതിവിന് വിപരീതമായ കുറെ കാര്യങ്ങൾ. പാടന്തറയിൽ ചെന്നപ്പോൾ അവിടെ മഹത്തായ ദേവർശോല ഉസ്താദിന്റെ സ്ഥാപനത്തിൽ 2 സഹോദരിമാരുടെ മക്കൾ പഠിക്കുന്നുണ്ട്. ആ മക്കളെ സാധാരണ അങ്ങോട്ട് ഗൂഡല്ലൂര് പാടന്തറയിലേക്ക് പോയാൽ ആ മക്കളെ കാണാനൊന്നും പോകാറില്ല. പക്ഷെ അന്ന് ആ മക്കളെ കണ്ടുപോയിട്ട് ആ 2 സഹോദരിമാരുടെ മക്കളെ പോയി കണ്ട് അവർക്ക് സമ്മാനങ്ങളൊക്കെ കൊടുത്ത് അവരോട് ദുആ ചെയ്യിപ്പിച്ചിട്ടൊക്കെയാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുകൾ തിരിച്ചു പോകുന്നത്. അങ്ങനെ ഒരുപാട് അടയാളങ്ങൾ. മരണത്തിലേക്ക് ഞാൻ പോവുകയാണ്, ഞാൻ മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. അതുപോലെ തന്നെ വിശുദ്ധമായ ദിക്റുകളും 4 മണിക്ക് വന്ന് കിടന്നുറങ്ങി 5 മണിക്ക് എഴുന്നേറ്റ് സുബഹി നിസ്കരിച്ച് അങ്ങനെ അതിനുശേഷമുള്ള പ്രവർത്തനങ്ങളുമെല്ലാം ഒരു മരണത്തെ മുൻകൂട്ടി കണ്ടതുപോലെയുള്ള കാര്യങ്ങളാണ്. അങ്ങനെ നമുക്ക് വലിയൊരു നഷ്ടം, തീരാത്തൊരു നഷ്ടമായി ഉസ്താദ് അവറുകളുടെ വിടവ് ഉണ്ടായത് നമുക്ക് അനുസ്മരിക്കാതിരിക്കാൻ കഴിയില്ല. ഏതായിരുന്നാലും ഈ സമയത്ത് നമുക്ക് ദുആ ചെയ്യാനേ കഴിയുകയുള്ളൂ. അല്ലാഹുവേ, ഉസ്താദിനെ ഖബറിൽ വലിയ സന്തോഷം നീ നൽകണേ അല്ലാ. ഖബർ നീ വിശാലമാക്കണേ അല്ലാ.